أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. لا حول ولا قوة إلا بالله العلي العظيم. സൂറത്തു ദുഖാനിലെ രണ്ടാമത്തെ ക്ലാസ്സിലാണുള്ളത്. 11 ആയത്ത് വരെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി 12ാമത്തെ ആയത്തിൽ നമ്മൾ നിർത്തിയിരുന്നത് അവർക്ക് ദുഹാൻ എന്നുള്ള ശിക്ഷ വരും, അത് അദാബുൻ അലീം ആണ് എന്ന്, വേദനാജനകമായ ശിക്ഷയാണ് എന്ന്. അത് വരുന്ന സമയത്ത് അവർ പറയുന്ന വാക്കാണ് ഈ ആയത്തിലുള്ളത്. റബ്ബന ക്ഷിഫ് അന്നൽ അദാബ ഇന്നാ മുഅ്മിനൂൻ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇക്ഷിഫ് അന്നൽ അദാബ, ശിക്ഷയെ നീക്കിക്കൊണ്ട് ഒഴിവാക്കിക്കൊണ്ടാണ്. കഷഫാറിനെ ഒഴിവാക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇക്ഷിഫ് അന്ന, ഞങ്ങളെ തൊട്ട് ഒഴിവാക്കിക്കൊണ്ടൽ അദാബ, ഈ ശിക്ഷയെ. ഇന്നാ മുഅ്മിനൂൻ, ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിച്ചു കൊള്ളാം എന്ന് പറയും. അവിടെ തഫ്സീർ ബിൻ കസീർ അല്ല തഫ്സീർ ജലാലൈനി അവിടെ മുസദ്ദിഖൂന നബിയ്യക്കാൻ. റബ്ബന, രക്ഷിതാവേ, ഇക്ഷിഫ് അന്നൽ അദാബ, ശിക്ഷ ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട, എന്നാൽ ഇന്നാ, തീർച്ചയായിട്ടും ഞങ്ങൾ, മുഅ്മിനൂന, വിശ്വസിക്കുന്നവരാണ്. മുസദ്ദിഖൂന നബിയ്യക്ക, അവിടുത്തെ പ്രവാചകരെ, നബിയെ ഞങ്ങൾ വാസ്തവമാക്കാം. മുസദ്ദിഖൂന തസ്ദീഖ് ചെയ്യാൻ, വാസ്തവമാക്കാം എന്നുള്ളത്. അവിടെ തഫ്സീർ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. അവര് പറഞ്ഞ റബ്ബന ക്ഷിഫ് അന്നൽ അദാബ ഇന്നാ മുഅ്മിനൂനായി യഖൂലൂന ദാലിക, അവർ പറയും, അല്ലാഹുവേ, ഞങ്ങളെ തൊട്ട് ശിക്ഷ ഒഴിവാക്കിക്കൊണ്ട, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പറയും. അതായത് നുഅ്മിനു ബിക ഇൻ കശഫ്തഹു അന്നാൻ, ഈ ശിക്ഷ ഒഴിവാക്കി തന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പറയും എന്നാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു ശിക്ഷ വെളിവായ സമയത്ത് ഖീല, പറയപ്പെട്ടിരിക്കുന്നു, ഇന്ന ഖുറൈശൻ അത്തോൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുറൈശികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. വഖാലു, എന്നിട്ട് അവർ പറയുകയും ചെയ്തു, ഇൻ കശഫല്ലാഹു അന്നാ ഹാദൽ അദാബ അസ്ലംന, ഞങ്ങൾക്ക് ഈ ശിക്ഷയെ ഒഴിവാക്കി തരികയാണ് എന്നുണ്ടെങ്കിൽ അസ്ലംന, ഞങ്ങളൊക്കെ മുസ്ലിം ആവാം എന്ന് ഒരു സംഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു. ഖുറൈശികളിൽ നിന്ന് ഒരു സംഘം ആളുകൾ വന്നു. ഇന്ന ഖുറൈശൻ അത്തോൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വഖാലു ഇൻ കശഫല്ലാഹു അന്നാ ഹാദൽ അദാബ്, ഈ ശിക്ഷ ഒഴിവാക്കി തരികയാണെങ്കിൽ അസ്ലംന. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയും ശിക്ഷയെ നീക്കി കൊടുക്കുകയും ചെയ്ത സമയത്ത് സുമനഖലു ഹാദൽ ഖൗല, ഈ വാക്ക് അവർ ലംഘിച്ചു, പറഞ്ഞ വാക്ക് പാലിച്ചില്ല എന്നർത്ഥം. ആ ശിക്ഷ ഏത് ശിക്ഷയായിരുന്നു എന്നുള്ളിടത്ത് ഹുന ദുഹാൻ, അവർക്ക് വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ആകാശത്ത് ദുഹാന്, പുക പ്രത്യക്ഷപ്പെട്ടതുപോലെ തോന്നി. ആ വിശപ്പായിരുന്നു എന്ന്, ദുഹാനായിരുന്നു എന്ന് ഒരഭിപ്രായം. അതാണ് ഖത്താദ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്നാൽ ചില ആളുകൾ ശിക്ഷ എന്നുള്ളതിന് ദുഹാൻ എന്ന് കൊടുക്കാതെ നേരെ വിശപ്പായിരുന്നു, ആ വിശപ്പ് സഹിക്കാതെ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് അങ്ങനെ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെയാണ്. ഇത് രണ്ടഭിപ്രായം എടുത്തു വെച്ചിട്ട് പിന്നെ ഖുർത്തുബി ഇമാം പറയാണ്, വലാ തനാഖുള്ള, ദുഹാനാണ് ആ ശിക്ഷ എന്ന് പറഞ്ഞാലും വിശപ്പാണ് ആ ശിക്ഷ എന്ന് പറഞ്ഞാലും പരസ്പര വൈരുദ്ധ്യമില്ല. കാരണം ഫഇന്ന ദുഹാൻ ലം യകുൻ ഇല്ലാ മിനൽ ജുഅഇ, അന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ട ദുഹാൻ എന്നുള്ളത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വിശപ്പിൽ നിന്നുണ്ടായതാണ്. അപ്പോ വിശപ്പാണ് എന്ന് നേര് കാരണം പറയുന്നു, ആ വിശപ്പ് കാരണം ഉണ്ടായിട്ടുണ്ടായ ദുഹാനാണ് എന്ന് മറ്റൊന്ന് പറയുന്നു. രണ്ടും പരസ്പര വൈരുദ്ധ്യമല്ല, ഒന്ന് തന്നെയാണ്. അങ്ങനെ ഒരു ശിക്ഷ വന്ന സമയത്ത് അവർ ഞങ്ങൾ വിശ്വസിച്ചു കൊള്ളാം, ഈ ശിക്ഷയെ നീക്കിത്തരാൻ വേണ്ടി ദുആ ചെയ്യൂ എന്ന് പറഞ്ഞു. പിന്നീട് അവർ ആ വാക്ക് പാലിച്ചില്ല എന്നാണ്. ഇനി പറയാണ്, ഇങ്ങനെ ശിക്ഷ വരുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് കാര്യമുള്ളത്? ശിക്ഷയുടെ മുമ്പേ അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതൊക്കെ വിശദീകരിച്ചു കൊടുത്ത് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതല്ലേ. അന്നാ ലഹുമു ദിക്റ, ഉപകാരം ഇത് ഉൾക്കൊണ്ടിട്ട് എന്താണ് കാര്യം? അന്ന പറഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു ഇതാണ്. അന്നാ ലഹുമു ദിക്റ, ഉപകാ ഉപദേശം ഉൾക്കൊണ്ടിട്ട് എന്താണ് കാര്യമുള്ളത്? അന്നാലഹും, എന്താണ് അവർക്കുള്ളത്? ദിക്ർ, ഉപദേശം ഉൾക്കൊണ്ടിട്ട് എന്താണ് കാര്യം? ഏതവസ്ഥയിൽ? വഖദ് ജാഅഹും റസൂലും മുബീൻ, എല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വന്നിരിക്കുന്നു. വഖദ് ജാഅഹും, അവർക്ക് വന്നിരിക്കുന്നു. റസൂലുൻ ദൂതൻ, മുബീനുൻ, വ്യക്തമാക്കി കൊടുക്കുന്ന, എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ദൂതൻ
റിസാലത്തുമായിട്ട് സന്ദേശവുമായിട്ട് അവർക്ക് വന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഉൾക്കൊള്ളാതെ ശിക്ഷ വരുന്ന സമയത്ത് ഞങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അന്നാ ലഹുമു ദിക്റ എന്ന് പറഞ്ഞാൽ മനസ്സിലായിരിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് എന്ത് കാര്യമാണ് അതൊരു കാര്യമുള്ളത്? വഖദ് ജാഹും റസൂൽ മുബീൻ, അവർക്കതിനു മുമ്പ് തന്നെ എല്ലാം പറഞ്ഞ് വ്യക്തമാക്കി കൊടുക്കുന്ന ദൂതൻ വന്നിരിക്കുന്നു. അന്നാ ലഹുമു ദിക്റ എന്നുള്ള ചോദ്യത്തിന് എന്ത് ഉപകാരമാണുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം തഫ്സീർ ജലാലൈനോട് കൊടുക്കുന്നു. ലാ യംഫഉഹുമുൽ ഈമാനു, വിശ്വാസം ഉപകാരപ്പെടുകയില്ല. എന്ത നുസൂലിൽ അദാബി, ശിക്ഷ ഇറങ്ങുന്ന സമയത്ത്. വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞ് വിശ്വസിക്കാതെ ഇരിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ ശിക്ഷ വരിക. അപ്പൊ ശിക്ഷ വരുന്ന സമയത്ത് ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയൽ കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? ഒരു കാര്യവുമില്ല. അല്ല, അതിന്റെ ആശയം ലാ യംഫഉഹുമുൽ ഈമാനു, ഈമാൻ ഉപകാരപ്പെടുകയില്ല എന്ത നുസൂലിൽ അദാബി, ശിക്ഷ ഇറങ്ങുന്ന സമയത്ത്. ഏതവസ്ഥയിൽ? വഖദ് ജാഅഹും, അവർക്ക് വന്നിരിക്കുന്നു, റസൂലും മുബീനും, വ്യക്തമായ ദൂതൻ, വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന ദൂതൻ. എന്നാൽ ബയ്യിന് റിസാലത്തി, റിസാലത്ത് സന്ദേശത്തെ വ്യക്തമാക്കി കൊടുക്കുന്ന, വിശദീകരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ദൂതൻ മുമ്പേ വന്നിട്ടുണ്ട്, എന്നിട്ടെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും വിശ്വസിക്കാതെ ശിക്ഷ ഇറങ്ങുന്ന സമയത്ത് ആ, ഉപകാ ഉപദേശം ഉൾക്കൊണ്ടത് കൊണ്ട്, അല്ലെങ്കിൽ മനസ്സിലായി ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പറയുന്നത് കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അവിടെ തഫ്സീർ ഇബ്നു കസീർ അവിടെ കൊടുക്കുന്നതിന് ഒരു കൈഫ ലഹും ബിത്തദക്കുരി, പാഠം ഉൾക്കൊള്ളൽ കൊണ്ട്, ഉപദേശം സ്വീകരിക്കൽ കൊണ്ട് എന്താണ് അവർക്ക് ലഭിക്കുക? വഖദ് അർസൽനാ ഇലൈഹിം റസൂലൻ ബയ്യിനി റിസാലത്തി വന്നിദാറ, മുന്നറിയിപ്പ് കൊണ്ടും സന്ദേശം കൊണ്ടും വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്ന ദൂതൻ അവർക്ക് മുമ്പ് വന്നിട്ടുണ്ട്. ഒമാഹാദ്, അങ്ങനെ വന്നതോടുകൂടെ തവല്ലു ഹന്നു, ആ പ്രവാചകരെ തൊട്ട്, ആ റസൂലിനെ തൊട്ട് അവർ തിരിഞ്ഞു കളഞ്ഞു. ഒമാ വാഫഹു, അവരോട് ആ വിഷയത്തിൽ യോജിച്ചില്ല. ബൽ കദ്ദബൂഹു, ആ പ്രവാചകൻ ഒരു കളവാക്കി കളഞ്ഞു. എന്നിട്ട് വഖാലു മുഅല്ലമും മജ്നൂൻ എന്ന് പറയും ചെയ്തത് അടുത്ത ആയത്താണ്. പിന്നെ മുഅല്ലമും മജ്നൂൻ എന്ന് പറഞ്ഞ് കളവാക്കി വിശ്വസിക്കാതെ തിരിഞ്ഞു കളഞ്ഞു. അവർക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദേശം കൊണ്ടുവന്ന സമയത്ത് തിരിഞ്ഞു കളഞ്ഞു. എന്നിട്ട് അദാബ് ഇറങ്ങുന്ന സമയത്ത് കൈഫ ലഹും ബിത്തദക്കുരി, ഞങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു, പാഠം ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് പറയൽ കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പോ സുമ്മത്തവല്ലൗ അൻഹു, വഖദ് ജാഅഹും എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നു, സുമ്മത്തവല്ലൗ അൻഹു, ആ വന്ന പ്രവാചകരെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു. തവല്ലാറിന പിന്തിരിഞ്ഞു എന്നർത്ഥം. വഖാലു എന്ന് പറയുകയും ചെയ്തു മുഅല്ലമും മജ്നൂൻ, ഐ സുമ്മത്തവല്ലൗ അൻഹു, പിന്നെ ആ പ്രവാചകരെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു. വഖാലു മുഅല്ലമുൻ, മുഅല്ലമുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പഠിപ്പിക്കപ്പെടുന്നവൻ എന്നാണ്. മുഅല്ലിം പഠിപ്പിക്കുന്നവൻ, അല്ലമ പഠിപ്പിച്ചു, തഅലീം പഠനം, മുഅല്ലിം പറഞ്ഞ പഠിപ്പിക്കുന്നവൻ. മുഅല്ലമും മുഅല്ലിമുമാണ്. ലാമിന് ഫതഹും കസറും, ഇസ്മു ഫായിൽ ഇസ്മു മഫ്ഊൽ എന്ന് പറയും. ഇവിടെ ഇസ്മു മഫ്ഊലായിട്ട് മുഅല്ലമുൻ പഠിപ്പിക്കപ്പെടുന്നവനാണ്. ഐ യുഅല്ലിമുഹുൽ ഖുർആനു, യുഅല്ലിമുഹുൽ ഖുർആന ബഷറുൻ, യുഅല്ലിമുഹു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അൽ ഖുർആന പരിശുദ്ധ ഖുർആനിനെ, ബഷറുൻ ഒരു മനുഷ്യൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ മുഅല്ലമാണ് പഠിപ്പിക്കപ്പെടുന്നവനാണ് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ സുമത്തവല്ലോൻഹു വഖാലു മുഅല്ലമുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഫ്സീർ ജലാലീൻ ഐ യുഅല്ലിമുഹുൽ ഖുർആന ബഷറുൻ, ഒരു മനുഷ്യൻ പരിശുദ്ധ ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്ന തെറ്റായ വാദം അവർ പറഞ്ഞു എന്ന്. പിന്നെ മജ്നൂൻ, അവർ ഭ്രാന്തനാണ് എന്നും പറഞ്ഞു. ശരിക്ക് മക്ക ഖുറൈശികളിലെ ചില ആളുകൾ പറഞ്ഞിരുന്ന നബി തങ്ങള് മുഅല്ലമാണ്, അത് മറ്റു പലരേക്കൊന്നും പഠിച്ചു വന്ന് പറയാണ്, പഠിപ്പിക്കപ്പെടുന്നവരാണ് എന്നർത്ഥത്തില്. അപ്പൊ മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചു പറയാണ് എന്ന് പറഞ്ഞു. വേറെ ചിലർ പറഞ്ഞു മജ്നൂനാണ് എന്ന് പറഞ്ഞു. ഇത് രണ്ടും ഒരൊറ്റ ആയത്തിൽ ഉൾക്കൊള്ളിച്ചതാണ്. വഖാലു, അവർ പറഞ്ഞു. ചില ആളുകൾ മുഅല്ലമാണ് എന്ന് പറഞ്ഞു, പഠിപ്പിക്കപ്പെടുന്നവരാണ് എന്ന് പറഞ്ഞു. മറ്റു ചില ആളുകൾ മജ്നൂനാണ് എന്ന് പറഞ്ഞു. അത് രണ്ടും എടുത്തു പറയുന്നത് തഫ്സീർ റാസിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ വിഷയം. സുമത്തവല്ലു അൻഹു എന്ന് പറഞ്ഞാൽ ആ പ്രവാചകരെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു. വലം യൽതഫിതു ഇലൈഹി, അവരിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല. വഖാലു മുഅല്ലമുൻ മജ്നൂൻ. വദാലിക, അതെന്താണ്? അന്ന കുഫാറ മക്കത്ത, മക്കത്തിലെ കാഫിരീങ്ങള്, കാന ലഹും ഫി ളുഹൂരിൽ ഖുർആനി അല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗലാനി, നബി തങ്ങൾ പരിശുദ്ധ ഖുർആന് ഓതി കൊടുത്ത് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, നബിയിലൂടെ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് അവർക്ക് രണ്ട് വാദഗതികൾ ഉണ്ടായിരുന്നു. ഖൗലാനി രണ്ട് വാക്കുണ്ടായിരുന്നു. മിൻഹുമൻ ഖാല, അവരിൽ ചില ആളുകൾ പറഞ്ഞിരുന്നു ഇന്ന മുഹമ്മദൻ യതഅല്ലമു ഹാദിഹിൽ കലിമാത്ത് മിൻ ബഅദിൻ നാസ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
യതഅല്ലമു ഹാദിഹിൽ കലിമാത്ത്, ഈ വാക്കുകളൊക്കെ പഠിക്കുന്നത് മിൻ ബാദിനാസി, ചില ആളുകളിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് വിശദീകരണം നോക്കിയാൽ കാണാൻ പറ്റും. ഏ, ഇത് അവർക്ക് ആ വാദഗതി ഉണ്ട് എന്നുള്ളത് ചരിത്രത്തിൽ ഇഷ്ടംപോലെ ആളുകൾ പറഞ്ഞതുകൊണ്ട് സൂറത്തുൽ നഹ്ലിൽ അള്ളാഹു അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഏ ഇന്നമായു അപ്പൊ അവര് ആളുകൾ പഠിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇന്നമായു അല്ലിമുഹു ബഷറുൻ ലിസാനുല്ലദി യുലഹിദൂന ഇലൈഹി അജ്മിയുൻ, നിങ്ങൾ പറയുന്നത് മനുഷ്യന്മാർ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ആരുടെയൊക്കെയോ പേരുകൾ ആരോപണം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പറയുന്ന ആളുകളൊക്കെ അജ്മികളാണ്, അറബികളല്ല, അനറബികളാണ്. ഇന്നാണോ ഈ പരിശുദ്ധ ഖുർആനാണെങ്കിലോ മനോഹരമായ അറബി ഭാഷയിലാണ്, നിങ്ങൾ ആരോപണം പറയുന്ന വ്യക്തികളോ അനറബികളുമാണ്, അതെങ്ങനെ യോജിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാദഗതിയെ സൂറത്തുൻ നഹ്ൽ ഗണ്ണിക്കുന്നുണ്ട്. സുന്ദരമായ പരിശുദ്ധമായ ഖുർആന് സുന്ദരമായ ഭാഷ അറബി ഭാഷയിൽ ഇറങ്ങുകയാണ്. എന്നാൽ പഠിപ്പിച്ചു കൊടുക്കുന്നവർ വേറെ പലരിലേക്കും ചേർത്തിട്ടാണ് പറയുന്നത്. അപ്പോൾ മുഅല്ലമുൻ എന്നുള്ളൊരു വാദം, പഠിപ്പിക്കപ്പെടുന്നവരാണ്. യുഅല്ലിമുഹു അൽ ഖുർആന ബഷറുൻ, മനുഷ്യന്മാർ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്ത് നബി തങ്ങൾ അത് പാരായണം ചെയ്യാണ് എന്നുള്ള വാദഗതി ചില ആളുകൾക്കുണ്ട്. എന്നാൽ വമിൻഹു മയഖൂലു, പറയുന്ന ആളുകളുടെ ഇന്നഹു മജ്നൂൻ, നബി തങ്ങൾ ഭ്രാന്തനാണ് എന്ന് പറയുന്നവരും മക്ക മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതായത് ഭ്രാന്തിന്റെ സമയത്തുള്ള വർത്തമാനങ്ങളാണ്, ഭ്രാന്ത് വരിക്കുന്ന സമയത്ത് പിശാജ് ബാധ, ജിന്ന് വരികയാണ്, ആ ജിന്നിട്ട് കൊടുക്കുന്ന വർത്തമാനങ്ങളാണ്, പിശാജിട്ട് കൊടുക്കുന്ന വർത്തമാനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ പ്രവാചകരിൽ നിന്ന് അവർ തിരിഞ്ഞു കളഞ്ഞു. സുമത്തവല്ലോ അൻഹു, പ്രവാചകരിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞു. കാലു മുഅല്ലമൻ, പഠിപ്പിക്കപ്പെടുന്നവനാണ്, മറ്റാരൊക്കെയോ പഠിപ്പിച്ചു കൊടുത്തത് ഏറ്റുപറയുന്നവർ മാത്രമാണ് എന്ന് പറഞ്ഞു. മജ്നൂൻ, ഭ്രാന്തനാണ് എന്നും പറഞ്ഞു. ഇനി അള്ളാഹു പറയാണ് ഇന്ന കാശ്ഫുൽ അദാബി ഖലീലൻ, അവർക്ക് ശിക്ഷയെ കുറഞ്ഞ സമയത്തേക്ക് ഒന്ന് ഒഴിവാക്കി കൊടുക്കാം. ഇന്നക്കും ആയുധൻ, എന്നാൽ അവർ മടങ്ങി പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങി പോകുന്നവരാണ്. ആദ മടങ്ങിപ്പോയി, ആയുധന മടങ്ങിപ്പോകുന്നു. മുമ്പുള്ള അവസ്ഥ ഏതാണോ, ഇപ്പൊ ഈ അദാബ് വരുന്നതിന്റെ മുമ്പ് തിന്മയിൽ ഏതൊരവസ്ഥയിലാണോ ആ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങി പോകുന്നവരാണ്. ഇന്ന, തീർച്ചയായിട്ടും നാം കാഷിഫുൽ അദാബി, അദാബിനെ നീക്കി കൊടുക്കുന്നതാണ് ഖലീലൻ, അല്പം എന്നുള്ളത്. അവിടെ കാഷിഫുൽ അദാബി എന്ന തഫ്സീർ ജലാലിന് ഐ അൽ ജൂഇ അൻകും സമനൻ, നിങ്ങളെ തൊട്ട് വിശപ്പിനെ കുറഞ്ഞ കാലത്തേക്ക് നീക്കാം. അതായത് അർത്ഥം അൽ കാഷിഫുൽ അദാബി അൽ ജൂഇ, വിശപ്പിനെ അകറ്റാം, അൻകു നിങ്ങളെ തൊട്ട് സമനൻ കുറഞ്ഞ കാലത്തേക്ക്, സമനൻ ഖലീലൻ കുറഞ്ഞ കാലത്തേക്ക്. സമനൻ എന്ന് പറഞ്ഞാൽ കാലം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, അതിന് ഖലീൽ എന്ന് ചേരുമ്പോഴാണ് കുറഞ്ഞ കാലം എന്ന് വരുന്നത്. സമനൻ ഖലീലൻ കുറഞ്ഞ കാലത്തേക്ക് നീക്കാം. ഫക്കശഫ അൻഹും, അള്ളാഹു അവരെ തൊട്ട് ആ ശിക്ഷയെ നീക്കി കൊടുത്തു. ശക്തമായ വിശപ്പിനിട്ട് കൊടുത്തിരുന്നത്, വരൾച്ചയെയും ബുദ്ധിമുട്ടിനെയും വിട്ടു കൊടുത്തിരുന്നത് അള്ളാഹു നീക്കി എന്നാണ്. എന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്നക്കും ആഇദൂന ഇലാ കുഫ്രിക്കും, നിങ്ങൾ മടങ്ങിപ്പോകുന്നവരാണ്, ഇലാ കുഫ്രിക്കും, നിങ്ങളുടെ നിഷേധത്തിലേക്ക്, കുഫ്രിലേക്ക് എന്ന് അള്ളാഹു പറഞ്ഞു. ഫആദു ഇലൈഹി, അവരാ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിഞ്ഞുപോയി. അതായത് അവർക്ക് പ്രയാസം വന്ന സമയത്ത് നബി തങ്ങളോട് വന്ന് ഞങ്ങൾ ശിക്ഷയെ ഒഴിവാക്കിക്കൊണ്ട് എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹു കുറഞ്ഞ കാലത്തേക്ക് ശിക്ഷയെ ഒഴിവാക്കിയപ്പോൾ അവര് പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങി. ഫആദു ഇലൈഹി, അവരാ പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങി. തഫ്സീർ ഇബ്നു കസീർ ഇവിടെ പറയുന്നത്, ഇവിടെ രണ്ട് വ്യാഖ്യാനങ്ങൾ ഈ ഭാഗത്തിന് വന്നിട്ടുണ്ട്. ഒന്ന്, നാളെ പരലോകത്ത് ചെല്ലുന്ന സമയത്ത് അവരെ ശിക്ഷയെ ഒഴിവാക്കി തരൂ എന്ന് പറയുമ്പോൾ അള്ളാഹു മറുപടി പറയാണ്, ഞാൻ കുറച്ച് സമയം ഒഴിവാക്കി തന്നാലും നിങ്ങൾ ദുന്യാവിലേക്ക് നിങ്ങളെ ഞാൻ മടക്കി കഴിഞ്ഞാൽ നിങ്ങൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങും എന്നാണ് എന്നുള്ളത്. രണ്ടാമത്തെ അഭിപ്രായം നമ്മളിപ്പോൾ തഫ്സീർ ഇബ്നു കസീറിൽ അല്ല തഫ്സീർ ജലാലൈനി ഇവിടെ പറഞ്ഞതുപോലെ ഇന്നാ മുഅഖിറുൽ അദാബി അൻകും ഖലീലൻ ബഅദ ഇൻഖിദാദി അസ്ബാബ്, ഇവിടെ പറഞ്ഞതുമല്ല, ഇതിന്റെ ഒന്നുകൂടി ലേറ്റസ്റ്റ് ആണ്. ഇന്നാ മുഅഖിറുൽ അദാബി അൻകും ഖലീലൻ, കുറഞ്ഞ സമയത്തേക്ക് ശിക്ഷ ഒഴിവാക്കാം, അതിന്റെ ശിക്ഷകളൊക്കെ കാരണങ്ങളെല്ലാം ആയതിനു ശേഷം ഒഴിവാക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ആ ഒഴിവാക്കുന്നത് ഇപ്പൊ നിലവിൽ ശിക്ഷയുടെ എല്ലാ കാരണങ്ങളും ഒത്തുവന്നിട്ടും അള്ളാഹു ശിക്ഷിക്കാതെ കുറച്ച് സമയത്തേക്ക് ഒഴിവാക്കി മാറ്റാം, അതാണ് പറയുന്നത്. എന്നാലോ ഇന്നക്കും ആയതു, നിങ്ങൾ നിങ്ങളുടെ പഴയ അവസ്ഥയിലേക്ക് തന്നെ വീണ്ടും തെറ്റിലേക്കും കാര്യങ്ങളിലേക്കും മടങ്ങുന്നവരാണ് എന്ന്. അപ്പോ ഫസ്റ്റ് തഫ്സീർ ജലാലൈനുള്ള തന്നെ പറയാം, ഇന്ന കാഷിഫുൽ അദാബി ഐ അൽ ജൂഇ, വിശപ്പിനെ ഒഴിവാക്കാം, അൻകും നിങ്ങളെ തൊട്ട് സമനൻ ഖലീലൻ കുറഞ്ഞ സമയത്തേക്ക്. ഫകശഫ അൻഹും, അള്ളാഹുവിനെ ഒഴിവാക്കി കൊടുത്തു.
ഇന്നക്കും ആയിദൂന ഇലാ കുഫ്രിക്കും, നിങ്ങൾ നിങ്ങളുടെ കുഫറിലേക്ക് തന്നെ തിരിച്ചു പോകും എന്ന് പറഞ്ഞു. ഫഅദു ഇലൈഹി, അതിലേക്ക് തന്നെ തിരിച്ചുപോയി എന്നുള്ളത്. ഇനി തഫ്സീർ ഇബ്നു കസീർ കൊടുക്കുന്നത് ഇവിടെ രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്നാമത്തെ വലൗ കശഫ്ന അൻകുമുൽ അദാബ വർജഅനാകും ഇലാ ദാരി ദുനിയ, നാളെ ആഖിറത്തിൽ വെച്ച് അവര് അള്ളാഹു ഇപ്പം ഞങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്, ദുന്യാവിലേക്ക് ഒന്ന് തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ലാസ്വദ്ദക്ക വക്കുമിൻ സാലിഹീൻ, ഞങ്ങൾ എല്ലാം സൽക്കർമ്മങ്ങളും ചെയ്യാം, സാലിഹീങ്ങളുടെ കൂട്ടത്തിലാവാം എന്നൊക്കെ പറയുന്ന ആ അതിന് മറുപടിയായിട്ട് പറയുന്നതാണ് വലൗ റഹിംനാഹും വകശഫ്നാ മാ ബിഹിം മിൻ ദുർരിൻ ലലജ്ജു ഫീ തുഗ്യാനിഹിം യഅമഹൂൻ, അവര് ലഉത്തും ഇലാ മാ കുന്തു ഫീഹി മിനൽ കുഫ്രി വത്തക്ദീബി, നിങ്ങൾ ആ കുഫറിലേക്കും തെക്ദീബിലേക്കും തന്നെ മടങ്ങി പോകുന്നതാണ്. അള്ളാഹു പറഞ്ഞതുപോലെ തന്നെ സൂറത്തുൽ മുഅ്മിനീനയിൽ വലൗ റഹിംനാഹും, നാം അവരോട് കരുണ കാണിച്ചാലേ, വകശഫ്നാ മാ ബിഹിം മിൻ ദുർരിൻ, അവരുടെ പ്രയാസം നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ലലജ്ജു ഫീ തുഗ്യാനിഹിം യഅമഹൂൻ, അവരവരുടെ തുഗ്യാൻ അക്രമ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കും എന്ന്. അത് സൂറത്തുൽ മുഅ്മിനൂനിലെ 75-ാമത്തെ. സൂറത്തുൽ അൻആമിലും ഏകദേശം തന്നെ പറയുന്ന പോലെ റുദ്ദു, അവരെ മടക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദു ഇലാമാ നുഹു അൻഹു, വിരോധിക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് അവർ തിരിച്ചു തന്നെ പോകുന്നതാണ്. ആദാറിനെ മടങ്ങി പോകും, അവിടെയാണ് ആയിദൂൻ മടങ്ങി പോകുന്നവരെന്ന് ഇവിടെ ആയത്തിൽ വന്നത്. ആദു അവർ മടങ്ങി പോകുന്നതാണ് ഇലാമാ നുഹു അൻഹു, വിരോധിക്കപ്പെട്ട കാര്യങ്ങളിലേക്ക്. വഇന്നക്കും ലകാദിബൂൻ, നിങ്ങൾ കളവാണ് പറയുന്നത്, ഇനി ഞങ്ങൾ അവിശ്വസിക്കൂല എന്ന് പറയുന്നതൊക്കെ കളവാണ്. സൂറത്തുൽ അൻആമിൽ 28-ാമത്തെ. ഇതാണ് ഒരു വ്യാഖ്യാനം. വസനി രണ്ടാമത്തെ വ്യാഖ്യാനം അയ്യക്കുനുൽ മുറാദു ഇന്നാ മുഅഖിറുൽ അദാബി അൻകും ഖലീലൻ, ഇന്ന നാം, അള്ളാഹു പറയാണ്, മുഅഖിറുൽ അദാബി അൻകും, നിങ്ങളെ തൊട്ട് ശിക്ഷയെ പിന്തിപ്പിക്കാം, ഖലീലൻ കുറച്ച്, ബഅദ ഇൻഇഖാദി അസ്ബാബിഹി, അതിൻ്റെ കാരണങ്ങളെല്ലാം ഒത്തുവന്നതിന് ശേഷം. ഇങ്ങനെ വ്യാഖ്യാനം പറയുന്നുണ്ട്. അതായത് പിന്നെ ആ കാശ്ഫുൽ അദാബി ഖലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് ഒഴിവാക്കാം എന്ന് പറഞ്ഞാൽ, ദുന്യാവിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ശിക്ഷ ലഭിക്കേണ്ട പല തെറ്റുകളും നമ്മൾ ചെയ്യുമ്പോഴും അള്ളാഹു എന്ത് ചെയ്യാണ്, പലപ്പോഴും അതിനെ പിന്തിപ്പിച്ചു വെക്കുകയാണ്. അതിൻ്റെ അർത്ഥം അവിടെ തന്നെ വലാ യൽസിമു മിനൽ കശ്ഫി അൻഹും, അവർ നമ്മളെ തൊട്ട് ഒഴിവാക്കുക അല്ലെങ്കിൽ അവരെ തൊട്ട് ഒഴിവാക്കുക എന്നുള്ളത്, അൻഹും അവരെ തൊട്ട് ഒഴിവാക്കുക എന്നുള്ളത് കൊണ്ട് നിർബന്ധമില്ല യകൂന ബാഷറും, അവർക്ക് നേരെ വന്നോളണം എന്നില്ല. അതായത് ശിക്ഷ അനുഭവിക്കേണ്ട ടീം നേരെ ശിക്ഷ വന്നിട്ട് ഒഴിവാക്കിക്കൊള്ളണം എന്നില്ല. അതിനെ ശിക്ഷ ഇറങ്ങാനുള്ള കാര്യകാരണങ്ങളൊക്കെ ഒത്തുവന്നു, അപ്പോൾ അറക്കാതെ അള്ളാഹു പിന്തിപ്പിച്ചു വെച്ചു എന്നുണ്ടെങ്കിലും ഈ കാശ്ഫുൽ അദാബി ഖലീലൻ, കുറച്ചു കാലത്തേക്ക് ശിക്ഷയെ പിന്തിപ്പിച്ചു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാകും. അങ്ങനെയും ആകാം എന്നുള്ളത്. അങ്ങനെ ശിക്ഷയുടെ കാരണങ്ങൾ, ചില തിന്മകൾ ചെയ്യുമ്പോൾ അത് അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമായി അപ്പം തന്നെ ശിക്ഷ ഇറങ്ങേണ്ടതാണ്. പക്ഷെ ശിക്ഷ ഇറങ്ങാതെ അള്ളാഹു അത് പിന്തിപ്പിച്ചു വെച്ച്, പക്ഷെ പിന്തിപ്പിച്ചു എന്ന് കരുതിയിട്ട് മനുഷ്യന്മാർ നന്നാൻ പോകുന്നുണ്ടോ? അവർ ഇന്നക്കും നിങ്ങളുടെ തെറ്റിലേക്ക് വീണ്ടും ആ തെറ്റ് വീണ്ടും ചെയ്യുന്നു, അതിലേക്ക് തന്നെ മടങ്ങുന്നവരാണ്. അങ്ങനെയാവാം അർത്ഥം എന്നും ഒരു വ്യാഖ്യാനം വന്നിട്ടുണ്ട്. യൗമന ബത്തിഷുൽ ബത്തിഷത്തൽ കുബറ ഇന്നാ മുൻതഖിമൂൻ, അപ്പോൾ പലപ്പോഴും ശിക്ഷ ആ സ്പോട്ടിൽ തരാതെ അള്ളാഹു പിന്തിപ്പിച്ചു വെക്കും. എന്നാൽ മനുഷ്യരാണെങ്കിൽ തെറ്റിലേക്ക് മടങ്ങി പോവുകയും ചെയ്യും, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവർ ആ തെറ്റിലേക്ക് വീണ്ടും മടങ്ങി പോവുകയും ചെയ്യും. ഇനി ബത്തിഷത്തുൽ കുബറ, വലിയ ബത്തഷാറിനെ ആക്രമണം നടത്തി എന്നുള്ളതൊക്കെയാണ്. യൗമ നബത്തിഷു, നാം ആക്രമിക്കുമ്പോൾ, അൽ ബത്തിഷത്തുൽ കുബ്ര, വലിയ ആക്രമണം, ഇന്ന മുൻതഖിമ്, അന്ന് നാം പ്രതികാരമെടുക്കുന്നതാണ്. അതായത് ശിക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വരുന്നത്. ഉദ്കുർ നബിയെ അവിടെ തഫ്സീർ കൊടുക്കുന്നത്, ഉദ്കുർ യൗമ നബ്തിഷത്തുൽ ബത്തിഷത്തുൽ കുബ്ര ഹുവ യൗമു ബദരിൻ വൽ ബത്തിഷു അൽ അഖ്ദു ബി ഖുവ്വ, ശക്തമായി പിടികൂടുന്നതിനാണ്, ശിക്ഷിക്കുന്നതിനാണ് ബത്തിഷത്ത് എന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് എന്ന്. ഉദ്കുർ നബിയെ സ്മരിക്കുക, യൗമൻ നബ്തിഷു, നാം അവരെ ശക്തമായി പിടികൂടുന്ന ദിവസം, ശക്തമായി ശിക്ഷിക്കുന്ന ദിവസം. അൽ ബത്തിഷത്തുൽ കുബ്ര, വലിയ പിടികൂടൽ. ഹുവ യൗമു ബദരിൻ, തഫ്സീർ ജലാലൈനി അതിനെ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അവരെ വലിയ പിടികൂടിയത് ബദറിലായിരുന്നു എന്നാ. 313 നിരായുധരായിരിക്കുന്ന സ്വഹാബാക്കള്, സർവായുധരായിരിക്കുന്ന 1000 ഖുറൈശി പ്രമുഖരെ അല്ലെങ്കിൽ യോദ്ധാക്കളെ കീഴ്പ്പെടുത്തിയ ബദറിന്റെ ആ ദിനത്തിൽ, ബദറിന്റെ അന്ന് അള്ളാഹു ശക്തമായി അവരെ ശിക്ഷിച്ചു, പിടികൂടി എന്നർത്ഥം. വൽ ബത്തിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ അഖ്ദു ബി ഖുവ്വ, ശക്തമായി പിടികൂടി ശിക്ഷിക്കുക എന്നുള്ളതാണ്. ബത്തഷാറിന് അപ്പോൾ വാക്കിന്റെ അർത്ഥം ശക്തമായി പിടികൂടി ശിക്ഷിക്കൽ എന്നുള്ളത്.
അപ്പോ യൗമ നബ്തിഷുൽ ബത്ഷത്തുൽ കുബ്ര, വലിയ ശിക്ഷിച്ച ദിവസം എന്നാണ്. ഇന്നാ മുൻതഖിമൂന മിൻഹും, അന്ന് അവരിൽ നിന്ന് പ്രതികാരം ചെയ്യുന്നുണ്ട്. ഇൻതഖമാറിന് പ്രതികാരം ചെയ്തു, മുൻതഖിമൻ പ്രതികാരം ചെയ്യുന്നവരാണ്. അപ്പൊ ഈ അവസരങ്ങൾ കൊടുത്തിട്ടും നല്ലതിലേക്ക് മടങ്ങാതെ പിന്നെ തിന്മയിൽ ജീവിച്ചു പോയ അവരെ എല്ലാ തിന്മ ചെയ്തതിൻ്റെയും ശിക്ഷ പ്രതികാരം എടുക്കൽ അന്ന് ചെയ്യുന്നതാണ് എന്നാണ്. എന്നാൽ തഫ്സീർ ഇബ്നു കസീർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ അൽബത്തിഷത്തുൽ കുബറാറിന ബദർ യുദ്ധമല്ല, പകരം യൗമുൽ ഖിയാമയാണ്, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്നതാണ് പറയുന്നത് എന്നാണ്. അന്നാണ് അള്ളാഹു എല്ലാവരെയും വിചാരണ ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ദിവസം. അന്നാണ് അള്ളാഹുവിൻ്റെ ബത്തിഷത്തുൽ കുബറ, വലിയ ശിക്ഷ കിട്ടുന്ന ദിവസം. അപ്പോൾ തഫ്സീർ ഇബ്നു കസീർ അഭിപ്രായങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് പറയണം വല്ലാഹിറു, വ്യക്തമായ അഭിപ്രായം, എനിക്ക് തോന്നുന്ന വെളിവായ അഭിപ്രായം, അന്നദാലിക യൗമുൽ ഖിയാമ, ബത്ഷത്തുൽ കുബ്ര, വലിയ ശിക്ഷ ലഭിക്കുന്ന എന്ന് പറയുന്നത്, ശക്തമായി പിടികൂടുക എന്ന് പറഞ്ഞത്, അൽ അഖ്ദു ബിഖുവ, ശക്തമായി പിടികൂടുക എന്ന് പറയുന്നത് അത് പരലോകത്ത് വെച്ചിട്ടാണ്, അന്ത്യനാളിലാണ്, യൗമുൽ ഖിയാമയിലാണ്. അല്ലാതെ ബദറിലോ ദുന്യാവിലിറങ്ങിയ ഏതെങ്കിലും ശിക്ഷാ രീതിയിലോ അല്ല, ശിക്ഷയുടെ ദിവസത്തിലോ അല്ല എന്നാണ് വ്യാഖ്യാനം. അതാണ് ഒന്നും കൂടി ഒതുക്കുർ യോമ നബ്തിഷുൽ ബത്ഷത്തുൽ കുബ്ര. നബ്തിഷു പറഞ്ഞു കഴിഞ്ഞാൽ നാം ശക്തമായി ശിക്ഷിക്കുന്ന ദിവസം, അൽ ബത്ഷത്തുൽ കുബ്ര വലിയ ശിക്ഷ, അന്ന് ഇന്നാ മുൻതഖിമൂൻ, നാം പ്രതികാരമെടുക്കും. അതായത് അന്ത്യനാളിൽ ചെല്ലുന്ന സമയത്ത് നന്മതിന്മകൾ പരിശോധിക്കുകയും സ്വർഗവും നരകവും നൽകുകയും ചെയ്യും. സ്വർഗം നൽകുന്നവർക്ക് വലിയ സുഖ സൗകര്യങ്ങളായിരിക്കും, തിന്മ ചെയ്ത ആളുകൾക്ക് ശിക്ഷയായിരിക്കും. അവിടെ ആ ശിക്ഷ എന്ന് പറയുന്നത് ശക്തമായിരിക്കും, ബത്ഷത്ത് ആയിരിക്കും, അൽ അഖ്ദു ബിഖുവ, ശക്തമായ ശിക്ഷയായിരിക്കും എന്ന്. അന്ന് ഇന്നാ മുൻതഖിമൂന മിൻ, തെറ്റ് ചെയ്ത എല്ലാ ആളുകളിൽ നിന്നും നാം പ്രതികാരം എടുക്കുന്നതാണ്. വലഖദ് ഫത്തന്ന ഖബ്ലഹും ഖൗമ ഫിറഔൻ, ഇത്ര വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇനി ചരിത്രത്തിൽ ഓരോ സംഭവങ്ങൾ പറയുമ്പോൾ പിടികൂടിയതും ശിക്ഷിച്ചതുമായ ചരിത്രങ്ങൾ ഇങ്ങനെ ഖുർആനിൽ എടുത്തു വെക്കും. എന്നാൽ ഖുർആനിൽ ചരിത്രം ആദ്യം മുതൽ അവസാനം വരെ ഒരേ ശ്രേണിയിൽ പറയുകയല്ല. ആ ചരിത്രത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ട ഭാഗങ്ങൾ, ഈ ഓരോ ഭാഗത്തേക്കും ഫിറ്റായ ഭാഗങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കുക ചെയ്യുക. അപ്പൊ അള്ളാഹു ശക്തമായി ശിക്ഷിക്കുമെന്ന് പറയുന്നതിന്റെ ഭാഗം ഫിർഔനെ ശിക്ഷിച്ച ആ ഒരു ഭാഗത്തിന്റെ ചരിത്രം പിന്നെ അള്ളാഹു എടുത്തു വെക്കാണ്. തുടങ്ങുന്നതിനെ വലക്കത് ഫത്തന്ന ഖബ്ലഹും, ഇവർക്ക് മുമ്പ് നാം പരീക്ഷിച്ചിട്ടുണ്ട്, ഖൗമ ഫിർഔന്റെ സമൂഹത്തെ, വജാഹും റസൂലും കരീം, ആദരണീയനായ മാന്യനായ ഒരു ദൂതൻ അവർക്ക് വന്നു എന്ന്. നോക്കി മലക്കത് ഫത്തന്ന, ഫിത്തനയിലാക്കി എന്ന് പറഞ്ഞാൽ ബലൗന, നാം പരീക്ഷിച്ചിട്ടുണ്ട്, ഖബ്ലഹും, ഇവർക്ക് മുമ്പ്. ഇപ്പൊ ഈ ആയത്തിറങ്ങുന്ന മക്കാ ഖുറൈശികളുടെയൊക്കെ മുമ്പ്, ഇപ്പൊ ഓതുന്ന നമ്മുടെയൊക്കെ മുമ്പ് അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട് ഖൗമ ഫിർഔന്റെ സമൂഹത്തെ. മാഹു വജാഅഹും റസൂലും ഹുവ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ഖൗമ ഫിർഔന്റെ സമൂഹത്തെ അവർക്ക് മുമ്പ് നാം പരീക്ഷിച്ചിട്ടുണ്ട്. മാഹു ഫിർഔന്റെ കൂടെ, ഫിർഔന്റെ സമൂഹത്തെ പരീക്ഷിച്ചു പറഞ്ഞാൽ ഫിർഔനെ മാത്രമാണ്. മാഹു ഫിർഔനിന്റെ കൂടെ ഫിർഔനിന്റെ സമൂഹത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പ് നാം പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ കൗമ ഫിർഔൻ പറഞ്ഞാൽ ഫിർഔന്റെ സമൂഹമാണ്. ഫിർഔനിൽ പെട്ടുവോ? അവിടെ വ്യാഖ്യാനം മാഹു ഫിർഔനിന്റെ കൂടെ ഫിർഔനിനെയും അവന്റെ ജനതയെയും അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. വജാഹും, അവർക്ക് വന്നു, റസൂലുൻ, ദൂതൻ, അതാരായിരുന്നു? മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇവിടെ റസൂലും കരീം, മാന്യനായിരിക്കുന്ന, കരീമുൻ അലല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കൽ മാന്യനായിരിക്കുന്ന, ആദരണീയനായിരിക്കുന്ന, കരീം എന്ന് പറഞ്ഞാൽ ആദരണീയൻ എന്നുള്ള വാക്കുണ്ട്, ആദരണീയനായിരിക്കുന്ന, അള്ളാഹുവിന്റെ അടുക്കൽ ആദരണീയനായിരിക്കുന്ന ദൂതൻ വന്നു. തഫ്സീർ ഇബ്നു കസീർ അവിടെ കൊണ്ട് വലഖദ് ഇഖ്തബർനാ ഖബ്ല ഹൗലാഇൽ മുശ്രിക്കീൻ, ഈ മുശ്രിക്കീങ്ങളുടെ മുമ്പ് നാം പരീക്ഷിച്ചിട്ടുണ്ട് ഖൗമ ഫിർഔന്റെ സമൂഹത്തെ. അവഹും ഖിബ്തു മിസ്ർ, മിസ്റിലെ ഖിബ്തികളായിരുന്നു ഫിർഔന്റെ ടീം എന്നാ. വജാഹും റസൂലും കരീം യാനി മൂസ കലീമുല്ലാഹി, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു.
എന്നിട്ട് പ്രബോധനങ്ങൾ ചെയ്തു. പ്രബോധനം ചെയ്ത ആ വാക്കുകളൊക്കെ വേറെ പല ഭാഗത്തും പറയുന്നുണ്ട്. പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജനനവും കാര്യങ്ങളും ഖുറാനിൽ പലയിടത്തും പറയുന്നുണ്ട്. അതിനുശേഷം പ്രവാചകത്വം ലഭിക്കുന്നത് പറയുന്നുണ്ട്. അതിനുശേഷം ഫിർഔന്റെ അടുക്കലേക്ക് പോയിട്ട് പിന്നെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പ്രബോധനം നടത്തുന്നത് പറയുന്നുണ്ട്. അങ്ങനെ ദീർഘകാലം പ്രബോധനം നടത്തിയതിന്റെ ഇടയിൽ പറഞ്ഞതാണ് അദ്ദു ഇലയ്യ ഇബാദല്ലാഹി ഇന്നി ലക്കും റസൂലും മുബീൻ. അവിടെ തഫ്സീർ ജലാലൈനി വെച്ചിട്ട് തന്നെ ആദ്യം അർത്ഥം പറയാൻ അദ്ദു പറഞ്ഞ ബി അൻ അദ്ദു ഇലയ്യ മാ ദുഉക്കും ഇലൈഹി മിനൽ ഈമാൻ. ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്ന ഈമാനിലേക്ക് നിങ്ങൾ എന്നിലേക്ക് വരിക, അതെനിക്ക് നൽകുക എന്ന് പറഞ്ഞാൽ അൽഹിറു ഈമാനക്കും ലീ, നിങ്ങളുടെ ഈമാൻ എനിക്ക് വ്യക്തമായി വെളിവാക്കി തരിക എന്നുള്ളത്. അദ്ദു ഇലയ്യ എനിക്ക് നൽകുക എന്നർത്ഥം. ഏ അപ്പൊ ഇബാദല്ലാ അള്ളാഹുവിന്റെ അടിമകളെ എനിക്ക് നൽകുക പറഞ്ഞു കഴിഞ്ഞാൽ മാ അദ്ഉക്കും ഇലൈഹി, നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്ന മിനൽ ഈമാൻ, ഈമാനിൽ നിന്ന് ഞാൻ ക്ഷണിക്കുന്ന കാര്യം എനിക്ക് നൽകുക പറഞ്ഞാലോ, ഞാൻ ഈ ക്ഷണിക്കുന്ന കാര്യങ്ങൾ സ്വീകരിച്ചു എന്ന് വെളിവാക്കിയും അത് സ്വീകരിക്കും, അതെനിക്ക് നൽകിയും എന്നാണ് അർത്ഥം. അങ്ങനെയാണ് ജലാലിനോട് കൊടുത്തിട്ടുള്ളത്. അൻ അദ്ദു ഇലയ്യ എനിക്ക് നൽകുക എന്ന വാക്കിന്റെ അർത്ഥം. ഏഹ് ഇബാദല്ലാ അള്ളാഹുവിന്റെ അടിമകളെ ഇന്നി ലക്കും റസൂലും അമീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ദൂതനാകുന്നു. അലാമ ഉർസിൽതു ബിഹി, അമീനു എന്ന് പറഞ്ഞ വിശ്വസ്തനാണ്. അലാമ ഉർസിൽതു ബിഹി, എന്നെ നിയോഗിക്കപ്പെട്ട കാര്യത്തിൽ അതിലൊരു വഞ്ചന ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം, അതുകൊണ്ട് എന്നെ ലേക്ക് വെളിവാക്കി തരിക, ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി സ്വീകരിക്കുക, എൻ്റെ കാര്യങ്ങളെ എനിക്ക് തിരിച്ചു തന്നെ നൽകുക എന്നാണ് അവിടെ ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുള്ളത്. അൻ അദ്ദു ഇലയ്യ എനിക്ക് നൽകുക എന്ന വാക്കിന്റെ അർത്ഥം. നൽകുക കാരണം എന്തെങ്കിലും സാമ്പത്തികമോ കാര്യങ്ങളോ ഒന്നല്ല ചോദിക്കുന്നത്. മാ അദ്ഉക്കും ഇലൈഹി മിനൽ ഈമാനി, ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്ന ഈമാനിന്റെ കാര്യങ്ങൾ എനിക്ക് നൽകുക. അതെനിക്ക് നൽകുക പറഞ്ഞാൽ അൽഹിറു ഈമാനക്കും, നിങ്ങളുടെ ഈമാൻ നിങ്ങൾ വെളിവാക്കുക, ലി എനിക്ക്, യാ ഇബാദല്ലാ അള്ളാഹുവിന്റെ അടിമകളെ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിശ്വാസികളോട് പറഞ്ഞു. ഇനി തീർച്ചയായിട്ടും ഞാൻ ലക്കും നിങ്ങൾക്ക് റസൂലുൻ അമീൻ, വിശ്വസ്തനായ ദൂതനാകുന്നു. അമീനുൻ അലാമ ഉർസിൽതു ബിഹി, നിയോഗിക്കപ്പെട്ട അയക്കപ്പെട്ട വിഷയത്തിൽ വിശ്വസ്തനായിരിക്കുന്ന ദൂതനാകുന്നു ഞാൻ. എന്നാൽ അധികം മുഫസ്സിരീങ്ങളും ഇവിടെ അൻ അദ്ദു ഇലയ്യ എന്നുള്ളത് ഖുർആനിലെ മറ്റൊരായത്തിലേക്ക് ചേർത്തിക്കൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത്. അതായത് സൂറത്തു ത്വാഹയിൽ 47-ാമത്തെ ആയത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഫർസിൽ മഅന ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിയരെ എനിക്ക് അയച്ചു, ഞാൻ എൻ്റെ കൂടെ അയച്ചു കൊണ്ടാ, വലാ തുഅദിബും, അവരെ നിങ്ങൾ പീഡിപ്പിക്കരുത് എന്ന്. ഖിബ്തികളായിരിക്കുന്ന ഫിർഔന്റെ ടീം ബനു ഇസ്രായേലായിട്ടുള്ള മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബമായിരിക്കുന്ന ബനു ഇസ്രായേലിയരെ അന്ന് പീഡിപ്പിക്കുകയാണ് അവിടെ ഇട്ടിട്ട്. അതായത് അവിടെ അവരുടെ പണിക്കും മറ്റും ഉപയോഗപ്പെടുത്തുന്ന രണ്ടാം തര പൗരന്മാരായിട്ടാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരെ ഫർസിൽ മഅന ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിയരെ ഞങ്ങളെ കൂടെ അയച്ചുകൊണ്ടാ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട്. അപ്പൊ അദ്ദു ഇലയ്യ നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർസിൽ മാന എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അദ്ദൂഹും ഇലയ്യ, അവരെ എനിക്ക് കൊണ്ടാ എന്ന് പറഞ്ഞു. വർസിലൂഹുമായി, എൻ്റെ കൂടെ അവരെ അയച്ചു കൊണ്ടാൻ, ഞങ്ങൾ മിസ്രിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയിക്കൊള്ളാം, ഈജിപ്തിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയിക്കൊള്ളാം, അവരെ എൻ്റെ കൂടെ അയച്ചു കൊണ്ടാൻ, നിങ്ങൾ അവരെ ഇവിടെ അടിമകളാക്കിയിട്ടും നിങ്ങളുടെ സേവകരാക്കിയിട്ടും വെക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദുലയ്യ എനിക്ക് നൽകുക, ഇബാദത്ത് അള്ളാഹുവിന്റെ അടിമകളായിരിക്കുന്ന ബനു ഇസ്രായേലിൽ എനിക്ക് നൽകുക എന്നാണ് ആ വ്യാഖ്യാനം അനുസരിച്ച്. എന്നാൽ അവിടെ തന്നെ റാസിമാമ് പറയാൻ ബേജൂസു ആയുധൻ വീണ്ടും ഒരു വ്യാഖ്യാനം പെടാൻ വദനീയാണ് പറഞ്ഞിട്ട് നേരത്തെ തഫ്സീർ ജലാലൈൻ എടുത്ത് വെച്ച അഭിപ്രായം പറയാണ്. അയക്കുരൻ ഇതാഹുലഹും, പിന്നെ യാ ഇബാദല്ലാ എന്നാവാം. അപവത്തഖദീർ അദ്ദു ഇലയ്യ ഇബാദല്ലാഹി മാ ഹുവ വാജിബുൻ അലൈക്കും, നിങ്ങൾക്ക് നിർബന്ധമായ ഒന്നിനെ അള്ളാഹുവിന്റെ ദാസന്മാരായിരിക്കുന്നവരെ എനിക്ക് നൽകുക. മിനൽ ഈമാനി, വിശ്വാസം നൽകുക കാരണം വിശ്വാസത്തെ വെളിവാക്കുക. വഖബൂൽ ദഅവത്തി, എൻ്റെ ദഅവത്തിനെ നിങ്ങൾ സ്വീകരിക്കുക. വത്തിബാഉ സബീലി, എൻ്റെ മാർഗത്തെ നിങ്ങൾ പിൻപറ്റുക എന്ന്. അപ്പൊ ഇബാദല്ലാ എന്ന് പറഞ്ഞത് യാ ഇബാദല്ലാ എന്ന്, അള്ളാഹുവിന്റെ അടിമകളെ എനിക്ക് നൽകുക. എന്ത് നൽകുക? മാ ഹുവ വാജിബുൻ അലൈക്കും, നിങ്ങളുടെ മേൽ നിർബന്ധമായത്, നിങ്ങളുടെ മേൽ നിർബന്ധം ഈമാനിനെ, എന്നെ വിശ്വസിക്കണം എന്നുള്ള നിങ്ങളുടെ മേൽ നിർബന്ധമായ ആ ഒരു കാര്യത്തെ നിങ്ങൾ നിർവഹിക്കുക എന്നുള്ള അർത്ഥത്തിൽ. വഖബൂലി ദഅവത്തി, എൻ്റെ ക്ഷണം, എൻ്റെ പ്രബോധനം സ്വീകരിക്കുക. വത്തിബാസുബീലി. അപ്പോൾ ഈ രണ്ടാമത് തഫ്സീർ എഴുതിയിട്ടുള്ള ജലാലൈൻ തഫ്സീർ റാസിയിൽ രണ്ടാമത് എഴുതിയിട്ടുള്ള ഇമാം റാസി തങ്ങൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ള ഈ ഒരു വ്യാഖ്യാനമാണ്
ജലാലൈനിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദു ഇലയ്യ മാദൂക്കും ഇലൈഹി മിനൽ ഈമാൻ, നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്ന ഈമാൻ എനിക്ക് നൽകുക എന്ന് പറഞ്ഞത്. എന്നാൽ മറ്റൊരു വ്യാഖ്യാനം അവിടെ അദ്ദു ഇലയ്യ എനിക്ക് നൽകുക എന്നുള്ളൊരു തർസിൽ മഅന ബനി ഇസ്രായേൽ എന്നുള്ളൊരു വ്യാഖ്യാനവും ഉണ്ട്. പിന്നെ എന്ത് പറഞ്ഞത് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, വല്ലാ തഅലു അലല്ലാഹി ഇന്നി ആതീകും ബി സുൽത്താനിൻ മുബീൻ, വലാ തഅലു അലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേൽ ധിക്കാരം കാണിക്കരുത്. വല്ലാ തഅലു എന്ന് പറഞ്ഞാൽ തതജബ്ബറു, നിങ്ങൾ ജബ്ബാർ എന്ന് പറഞ്ഞാൽ ധിക്കാരം കാണിക്കുക എന്ന് കാണിക്കുന്നവനാണ്. പോക്കിരിത്തരം കാണിക്കുക എന്നൊക്കെ മലയാളത്തിലല്ലേ. ലാ തതജബ്ബറു, നിങ്ങളുടെ ധിക്കാരം കാണിക്കരുത് അലല്ലാഹി, അള്ളാഹുവിൻ്റെ മേൽ. എങ്ങനെ ധിക്കാരം കാണിക്കുക? ബിത്തർക്കി താഴ്ത്തിഹി, അള്ളാഹുവിനെ വഴിപ്പെടൽ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹു പറഞ്ഞത് കേൾക്കാതെ വിപരീതം ചെയ്യുന്ന ഒരു ടീമായി മാറരുത്. വല്ലാത്തായാലും അല്ല, അള്ളാഹുവിൻ്റെ എതിര് പ്രവർത്തിക്കുന്ന, അള്ളാഹുവിനെ വഴിപ്പെടൽ ഒഴിവാക്കിയിട്ട് എതിര് പ്രവർത്തിക്കുന്ന ധിക്കാരികളായി നിങ്ങൾ മാറരുത്. ഇനി ആത്തിക്കും, നിങ്ങൾക്ക് ഞാൻ നൽകാം ബി സുൽത്താനിൻ, തെളിവ്. ബുർഹാൻ, സുൽത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബുർഹാൻ എന്നാണ്, തെളിവ് എന്നാണ് ഇവിടെ അർത്ഥം. മുബീൻ, വ്യക്തമായ തെളിവ് നൽകാൻ. ബയ്യനിൻ അലാ റിസാലത്തി, ഞാൻ ദൂതനാണ് എന്ന എൻ്റെ സന്ദേശത്തിൻ്റെ മേൽ വ്യക്തമായ തെളിവ്. ബയ്യനിൻ അലാ റിസാലത്തി, എൻ്റെ റിസാലത്തിൻ്റെ മേൽ വ്യക്തമായിരിക്കുന്ന തെളിവ് നൽകാം. ഇങ്ങനെ ഞാൻ വ്യക്തമായ തെളിവ് നൽകാം, അള്ളാഹുവിനെ എതിര് പ്രവർത്തിക്കരുത്, ധിക്കാരം പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞ സമയത്ത് ഫതവഅദഹു ബിർറജ്ം, എറിഞ്ഞു കൊല്ലും എന്നുള്ള ഭീഷണി മുഴക്കുന്ന. അപ്പൊ ഇനി പ്രബോധന പ്രവർത്തനവുമായി നിന്നാൽ റജ്ം, എറിഞ്ഞു കൊല്ലും എന്ന് പറഞ്ഞു. അപ്പൊ അതിനടുത്ത ആയത്താണ് ഇന്നി ഉഅ്തു ബി റബ്ബി എന്നുള്ള ഇത് വരുന്നത്. എന്നാൽ തഫ്സീർ ജലാലിൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തഫ്സീർ ഇബ്നു കസീർ വല്ലാ തഅലു അലല്ലാഹ് എന്നുള്ളതിന് ലാ തസ്തക്ബിറു അൻ ഇത്തിബാഇ ആയാതി, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ പിൻപറ്റുന്നത് തൊട്ട് നിങ്ങൾ അഹങ്കരിക്കരുത് എന്നാണ് ലാ തഅലു എന്ന്. വല്ലിൻഖിയാദി ലി ഹുജജി, അള്ളാഹുവിൻ്റെ ഹുജ്ജത്ത് തെളിവുകൾക്ക് വഴിപ്പെടുന്നതിന് തൊട്ടും നിങ്ങൾ അഹങ്കരിക്കരുത്. വൽ ഈമാൻ ബി ബറാഹിനി, അള്ളാഹുവിൻ്റെ ബുർഹാൻ തെളിവുകൾ വിശ്വസിക്കുന്ന തൊട്ടും നിങ്ങൾ അഹങ്കാരം കൊള്ളരുത് എന്നാണ് അവിടെ. ഇനി ആത്തിക്കും ബി സുൽത്താനി മുബീനായി ബി ഹുജ്ജത്തിൻ ലാഹിറത്തിൻ വാളിഹത്തിൻ, വ്യക്തമായ വെളിവായ തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം. അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ അള്ളാഹു കൊടുത്തിരിക്കുന്ന വ്യക്തമായ തെളിവുകളായിരുന്നു. വല്ലദില്ലത്തുൽ ഖാത്തി, ഉറപ്പായ തെളിവുകൾ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതുകൊണ്ട് നിങ്ങൾ എന്നെ വഴിപ്പെടണം, അള്ളാഹുവിനെ ധിക്കരിക്കരുത്, അഹങ്കരിക്കരുത്, അള്ളാഹുവിനെതിരെ പ്രവർത്തിച്ചുകൊണ്ട് ധിക്കാരികളായി മാറരുത് എന്ന് പറഞ്ഞു. അപ്പൊ അവർ എറിഞ്ഞു കൊല്ലും എന്ന് പറഞ്ഞപ്പോൾ അടുത്തത് വൈന്നി ഉൽത്തുബി റബ്ബി വ റബ്ബിക്കും, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അൻതർജുമൂനി, നിങ്ങൾ എന്നെ എറിഞ്ഞു കൊല്ലുന്നതിനെ തൊട്ട്. വൈന്നി, തീർച്ചയായിട്ടും ഞാൻ ഉഴുതു, കാവലിനെ ചോദിക്കുന്നു. ബി റബ്ബി, എൻ്റെ രക്ഷിതാവിനോട്. വ റബ്ബിക്കും, നിങ്ങളുടെയും രക്ഷിതാവ്, നിങ്ങളുടെയും എൻ്റെയും വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും എല്ലാവരുടെയും രക്ഷിതാവാരാണ്? അള്ളാഹുവാണ്. അപ്പൊ മൂസാ നബി പറയാൻ എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ റബ്ബ് അള്ളാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അൻ തർജുമൂനി, എന്നെ എറിഞ്ഞു കൊല്ലുന്നിട്ട്. അപ്പോൾ അൻ തർജുമൂനി എന്നുള്ളതിന് എറിയുക, എറിഞ്ഞു കൊല്ലുക എന്നുള്ളതിന് അവിടെ ബിൽ ഹിജാറത്തി, കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലുന്നതിനെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. എന്താണ് അങ്ങനെ ബിൽ ഹിജാറത്തി എന്ന് പറഞ്ഞത്? അവിടെ രണ്ട് വ്യാഖ്യാനം വന്നിട്ടുണ്ട്. അതിലെ ഇങ്ങനത്തെ ഷോർട്ടായിട്ടുള്ള വ്യാഖ്യാനമാണ് തഫ്സീർ ജലാലൈനിയിലുള്ളത്, കുറഞ്ഞ ഇതുകളെ കൊണ്ട്. രണ്ട് വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത് അവിടെ തഫ്സീർ ഇബ്നു കസീർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇന്നി ഉസ്ബി റബ്ബി റബ്ബിക്കും അൻ തർജുമൂൻ ഖാല ഇബ്നു അബ്ബാസ് വ അബൂ സാലിഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സയ്യിദുൽ മുഫസ്സിരീനാണ്, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ സയ്യിദാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. അവര് പറയുന്ന ഹുവർ റജ്മു ബില്ലിസാനി, യർജുമൂനി എന്ന റജ്മു ബില്ലിസ്, നാവ് കൊണ്ടുള്ള ഏറാണ് ഉദ്ദേശം. ഹുവ ഷത്തുമു, ചീത്ത പറയലും ആക്ഷേപിക്കലുമാണ്. എന്നാൽ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നത് ഹുവർ റജ്മു ബിൽ ഹിജാറത്തി, കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലലാണ്. അപ്പൊ രണ്ട് വ്യാഖ്യാനം വന്നിട്ടുണ്ട്. ഇനി ഒഴുത്തു, ഞാൻ കാവലിനെ ചോദിക്കുന്നു. ബി റബ്ബി വ റബ്ബിക്കും, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവിനോട് കാവലിനെ ചോദിക്കുന്നു. അൻ തർജുമൂനി, നിങ്ങൾ എന്നെ എറിയുന്നതിനെ തൊട്ട് എന്നാണ്. ജലാലൈനിയോട് ബിൽ ഹിജാറത്തി, കല്ലുകൊണ്ട് എറിഞ്ഞു കൊല്ലുന്നതിനെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു.
അല്ല, അവിടെ ലിസാന് കൊണ്ട്, നാവ് കൊണ്ടുള്ള ഏറാണ്, ഷത്തുമാണ്, ചീത്ത പറയലും ആക്ഷേപിക്കലുമാണ് എന്ന് ഇബിൻ അബ്ബാസ് അള്ളാഹിനെ പോലത്തെ ഒരു വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഖതാദ റളിയല്ലാഹു അള്ളാഹിനെ പോലത്തെ ഒരു വ്യാഖ്യാനിച്ച റജുമു ബിൽ ഹിജാറത്തി, കല്ലുകൊണ്ട് എറിഞ്ഞ് കൊല്ലുന്നതിനെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു എന്നാണ്. അപ്പൊ രണ്ട് വ്യാഖ്യാനം ഉണ്ട്. അതിൽ ഏറ്റവും ഷോർട്ട് ആയതാണ് അവിടെ തഫ്സീർ ജലാലിന് കൊടുത്തിട്ടുള്ളത്. വഇല്ലം തുഅ്മിനൂ ലീ ഫഅ്തസിലൂൻ, എന്നെ കൊണ്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഫഅ്തസിലൂനി, എന്നെ വിട്ടേക്കുക. എഴുത്തസലാറിനെ മാറ്റി നിർത്തുക എന്നാണ്. ഉപദ്രവിക്കാതെ, പ്രയാസപ്പെടുത്താതെ എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്കുക എന്നുള്ള അർത്ഥത്തിൽ. ഇല്ലം തുഅ്മിനൂ ലീ എന്നാണ് തഫ്സീർ ജലാലി. തുസദ്ദിഖൂനി, എന്നെ നിങ്ങൾ വാസ്തവമാക്കുന്നില്ലെങ്കിൽ. ഇല്ലം തുഅ്മിനൂ ലി, എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ. വ്യാഖ്യാനം തുസദ്ദിഖൂനി, എന്നെ നിങ്ങൾ വാസ്തവമാക്കുന്നില്ലെങ്കിൽ, വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫഅ്തസിലൂനി, എന്നെ നിങ്ങൾ വിട്ടേക്കുക. ഐ ഫത്റുക്കു അതായ, എന്നെ ഉപദ്രവിക്കൽ ഉപേക്ഷിക്കുക. ഫലം യത്രുക്കുഹു, അതൊരു ഒഴിവാക്കിയില്ല. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, എന്നാൽ എന്നെ എൻ്റെ പാട്ടിന് വിടുക. ഫഅ്തസിലൂനി എന്ന ശരിക്കും അങ്ങനെ അർത്ഥം, എന്നെ എൻ്റെ പാട്ടിന് വിട്ടേക്കുക എന്നാണ്. എഴുത്തസല മാറ്റി നിർത്തിയതാണ്. എന്നെ മാറ്റി നിർത്തിയിട്ട് എൻ്റെ കാര്യങ്ങൾ ഇടപെടാതെ, ഉപദ്രവിക്കാതെ, ദ്രോഹിക്കാതെ, തടസ്സം സൃഷ്ടിക്കാതെ വിട്ടേക്കുക എന്ന്. അപ്പൊ തുറുക്കു അതായ, തുറുക്കു നിങ്ങൾ ഉപേക്ഷിക്കുക, അതായ എന്നെ പ്രയാസപ്പെടുത്തൽ ഉപേക്ഷിക്കുക എന്ന് പറയും. ഫലം യത്രുക്കു, അതും അവർ ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ അതിന്റെ അത് അടുത്ത ആയത്താണ് അള്ളാഹുവിനോട് ദുആ ചെയ്തു എന്നുള്ളത്. തഫ്സീർ ഇബ്നു കസീർ, വഇല്ലൻ തുഅ്മിനൂ ലി ഫഅ്തസിലൂ, ഐ ഫലാ തതഅറളൂ ഇലയ്യ, എന്നിലേക്ക് വെളിവാക്കരുത്. വദഉ അൽ അംറ ബൈനി വബൈനക്കും മുസാലമത്ത്, എന്റെയും നിങ്ങളുടെയും ഇടയിൽ മുസാലമത്ത്, സന്ധിയിലായിക്കൊള്ളട്ടെ. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക, ഞാൻ എൻ്റെ കാര്യങ്ങളോട്ട് മുന്നോട്ട് പോവുക. മുസാലമത്ത് ആയിക്കൊള്ളട്ടെ, സന്ധിയിലായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഏതുവരെ? ഇലാ യഖ്ലി അല്ലാഹു ബൈനന, അള്ളാഹു നമ്മുടെ ഇടയിൽ തീരുമാനിക്കുന്നത് വരെ. അങ്ങനെ ഫലമാ താല മഖാമു ബൈന അല്ലാഹിം, അവർക്കിടയിൽ ഇങ്ങനെ ദീർഘകാലം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനമായിട്ട് നിന്നു. വാഖാമ ഹുജ്ജത അല്ലാഹി അലൈഹിം, അവർക്കെതിരെ അള്ളാഹുവിന്റെ തെളിവുകളൊക്കെ ഇങ്ങനെ സ്ഥിരപ്പെടുത്തി സ്ഥാപിച്ചു. കുല്ലു ദാലിക, ഇതെല്ലാം വമാ സാദഹും ദാലിക ഇല്ല കുഫ്റുൻ വൈനാദൻ, അവർക്ക് കുഫ്റും അത് പോരും നിഷേധവും വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അവർ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ ഓരോ ഹുജ്ജത്തുകൾ ഇങ്ങനെ സ്ഥിരപ്പെടുമ്പോഴും അസ്വസ്ഥരായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും വിശ്വാസികളോടും എതിര് കൂടി വരികയാണ് ചെയ്തത്. പോരും നിഷേധവും കൂടി വരികയാണ് ചെയ്തത്. അങ്ങനെ പൊറുതി മുട്ടിയ സമയത്ത് ദഅ റബ്ബഹു അലൈഹിം, അവർക്കതിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. അത് അവരിൽ നടപ്പാവുകയും ചെയ്തു എന്നുള്ളത്. അപ്പൊ ദഅ റബ്ബഹു, അപ്പൊ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അന്ന ഹഉലാഇ ഖൗമുൻ മുജ്രിമൂൻ, ഈ വിഭാഗം ആളുകള് ഖൗമുൻ മുജ്രിം, അക്രമികളായ ആളുകളാണ് അല്ലാഹുവേ എന്ന്. ഫദഅ റബ്ബഹു അൻ ബി അന്ന ഹഉലാഇ എന്നർത്ഥം. അന്ന എന്നുള്ളത് ബി അൻ, തീർച്ചയായിട്ടും ഈ വിഭാഗം ആളുകള് ഖൗമുൻ മുജ്രിമൂൻ, മുജ്രിമൂൻ എന്ന് പറഞ്ഞാൽ അക്രമികൾ, കുറ്റം ചെയ്യുന്നവർ എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. ഇവിടെ വ്യാഖ്യാനം ജലലിനോട് മുശ്രിക്കൂൻ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളാണ്. فدعا ربه تفسير ابن كثير فعند ذلك أمره الله تعالى أن يخرج ببني അങ്ങനെ ദുആ ചെയ്ത സമയത്ത് പിന്നെ ഫഇന്ദ ദാലിക, ആ സമയം അമറല്ലാഹു തആല, അള്ളാഹു കൽപ്പിച്ചു, അൻ യഖ്റുജ ബി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലുമായിട്ട് പുറത്തു പോരാൻ, ഈജിപ്ത് കടന്നു പോരാൻ, മിൻ ബൈനി അദുഹ്രിയും, അവർക്കിടയിൽ നിന്ന്. ഫിറഔന്റെ സമ്മതം ചോദിക്കലോ മുഷാവറ ചെയ്യലോ ഒന്നും കൂടാതെ അവരും ഈ ബനു ഇസ്രായേലുമായിട്ട്, വിശ്വാസികളുമായിട്ട് അവിടുന്ന് വിട്ടുപോരാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന കൊടുത്തു. ആ കൽപ്പനയാണ് അടുത്ത ആയത്ത്. ഫഅസ്രി ബിഇബാദി ലൈലൻ ഇന്നകും മുത്തബഊൻ, ഫഅസ്രി, നിങ്ങൾ യാത്ര പോവുക, ബിഇബാദി, എൻ്റെ അടിമകളുമായിട്ട്. അവിടെ വ്യാഖ്യാനം ബി ബനി ഇസ്രായേൽ നടത്തും, ബനി ഇസ്രായേലുമായിട്ട് യാത്ര പോവുക, ലൈലൻ, രാത്രിയിൽ, അവരെ അറിയാതിരിക്കാൻ വേണ്ടി. ഇന്നക്കും മുത്തബിഊൻ, ഇന്നക്കും, നിങ്ങൾ പിന്നെ പിന്തുടരപ്പെടുന്നതാണ്. യത്തബിഉക്കും ഫിർഔനു വഖൗമുഹുന. അപ്പൊ അസ്രി ബി ഇബാദി എന്നുള്ളതിന് വ്യാഖ്യാനം അസ്രി എന്നുള്ള ഹംസ ബി ഖത്ഇൽ ഹംസത്തി വസ്ലിഹ, ഖത്ഇന്റെ ഹംസയായിട്ടും വന്നിട്ടുണ്ട്, വസ്ലിന്റെ ഹംസയായിട്ടും വന്നിട്ടുണ്ട്. ഫഅസ്രി ബിഇബാദി, ബിഇബാദി എന്നുള്ളിടത്ത് ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലരുമായിട്ട് നിങ്ങൾ യാത്ര പോവുക. പിന്നെ സറ, രാത്രിയിൽ സഞ്ചരിച്ചു, യാത്ര പോയി എന്നൊക്കെ അർത്ഥം. ലൈലൻ, രാത്രിയിൽ യാത്ര പോവുക. ഇന്നക്കും മുത്തബഊൻ, നിങ്ങൾ പിന്തുടരപ്പെടുന്നവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യത്തബിഉക്കും ഫിർഔനു വഖൗമു, ഫിർഔനും അവരുടെ സമൂഹവും നിങ്ങളെ പിൻപറ്റുന്നതാണ്.
അവിടെ പിന്നെ ഈ ഇവിടെ ചുരുങ്ങിയ വാക്കിൽ സൂചിപ്പിച്ചത് സൂറത്തു ത്വാഹയിൽ 77-ാമത്തെ ആയത്തിൽ ദീർഘമായിട്ട് അള്ളാഹു പറയുന്നത് "വലഖദ് ഔഹൈനാ ഇലാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് നാം വഹി നൽകി അൻ അസ്രി ബി ഇബാദി എൻ്റെ അടിമകളുമായിട്ട് നിങ്ങൾ യാത്ര പോവുക എന്നുള്ളത്. ഫദ്രിബ് ലഹും ത്വരീഖൻ ഫിൽ ബഹരി കടലിൽ അവർക്ക് വഴിയെ അടിച്ചുണ്ടാക്കുക, യബസൻ ഉണങ്ങിയ വഴിയെ, ലാ തഖാഫു ദറക്കൻ വലാ തഖ്ഷബ് ഒരു ഭയവും ഇല്ലാതെ മുങ്ങിപ്പോവാതെ ഭയപ്പെടാതെ നിങ്ങൾക്ക് ഉണങ്ങിയ വഴി മാർഗം കടലിൽ ഉണ്ടാക്കുക, നിങ്ങൾ യാത്ര പോവുക എന്ന് പറഞ്ഞു. അപ്പോൾ കടൽ മുറിച്ച് കടന്ന് അക്കരെ കടക്കണം, എങ്ങനെ ആ നദി മുറിച്ച് കടക്കും എന്നുള്ളത് അതിന് അള്ളാഹു മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു. അതൊക്കെ പിന്നെ മറ്റായത്തുകളിലൂടെയും കടന്നു വരുന്നുണ്ട്. അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം ഖുർആനിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഓരോന്നും വരുന്നുണ്ട്. അത് വിശാലമായിട്ട് ചില ഭാഗത്ത് പരാമർശിക്കും, അതിലേക്ക് സൂചിപ്പിച്ച് കുറഞ്ഞ വാക്കുകളിൽ മറ്റു ചിലയിടത്ത് പറയും. ഇപ്പൊ ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ, ഫസ്രി ബി ഇബാദിലേലം ഇന്നക്കും മുത്തബഊൻ, ഇന്നക്കും മുത്തബഊൻ നിങ്ങൾ പിന്തുടരപ്പെടുന്നവരാണ്, രാത്രിയിൽ നിങ്ങൾ യാത്ര പോവുക എന്ന് പറഞ്ഞു. ആര് പിന്തുടരുക എന്നുള്ളതൊക്കെ പിന്നെ വരുന്നത്. വഴിമുട്ടി നിൽക്കുന്ന പിന്നാലെ ഫിർഔന് വരുന്ന സമയത്ത് വദരിബ് അസാക്കൽ ഹജറ എന്ന് പറഞ്ഞത്, പിന്നെ പറയുന്നത് കടലിൽ വടി കൊണ്ട് അടിക്കാൻ പറയുന്നത്, അങ്ങനത്തെ ഓരോ പ്രയോഗങ്ങളൊക്കെ പിന്നെ ഖുർആനിൽ മറ്റു ഭാഗത്തും വരുന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ യാത്ര പോവുക എന്നുള്ളത് ത്വാഹ സൂറത്തിൽ കൃത്യമായി പറഞ്ഞതാണ്. വഹൈന ഇലാ മൂസ അൻ അസ്രി ബി ഇബാദി, ഇവിടെ ഫസ്രി ഇബാദി ലൈലൻ ഇന്നക്കും മുത്തബ, ഇന്നക്കും മുത്തബ നിങ്ങളെ പിന്തുടരപ്പെടുന്നതാണ്, യത്തബിഉക്കും ഫിർഔൻ വഖൗമുഹു വതുറുക്കിൽ ബഹ്റ റഹ്വൻ കടലിനെ വിട്ടേക്കുക, ഉപേക്ഷിക്കുക, റഹ്വൻ സാക്കിനൻ മുൻഫരിജൻ ശാന്തവും പിളർന്നതുമായിട്ട്. അതായത് കടല് പിളർത്തിയിട്ട് ആ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സംഘവും അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നടന്ന് അക്കരെ പറ്റുന്നത്. അപ്പൊ പോകുന്ന കടല് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ടീമിനും സഞ്ചരിക്കാൻ വേണ്ടി പിന്നെ സാക്കിനായിട്ട് അടങ്ങിയിട്ടുണ്ട്, മുൻഫരിജൻ വേർപിരിഞ്ഞു നിന്നിട്ടുണ്ട്. കിബുത്തികൾ അതിലേക്കാണ് പ്രവേശിക്കുന്നത് വരെ അങ്ങനെ തന്നെ വിട്ടേക്കുക, എന്ത് ചെയ്യേണ്ടതില്ല, പഴയ അവസ്ഥയിലേക്ക് മടക്കേണ്ടതില്ല. ഇന്നക്കും ജുന്തും മുഹറക്കൂൻ, ഇന്നഹും അവര് ജുന്തും മുഹറക്കൂൻ അതിൽ മുങ്ങി മരിക്കുന്ന സൈന്യമാണ്. അതിപ്പോ അങ്ങനെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഇബിന് കസീറിൽ തഫ്സീർ ഇബ്നു കസീറിൽ ആ ഭാഗം പറഞ്ഞത് വായിക്കാം. വദാലിക അന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലമ്മ ജാവസ ഹുവ ബനു ഇസ്രായേൽ അൽ ബഹറ, ബനു ഇസ്രായേലും മൂസാ നബിയും ആ കടല് വിട്ട് കടന്നപ്പോൾ, ജാവസാറിനെ വിട്ട് കടന്നപ്പോൾ, അറാദ മൂസ അൻ യദ്രിബഹു, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉദ്ദേശിച്ചു അൻ യദ്രിബഹു ബിഅസാഹു വടി കൊണ്ട് ആ കടലിൽ അടിക്കാൻ, ഹത്ത യഊദ കമാക്കാന മുമ്പുള്ള അവസ്ഥയിലേക്ക് മടങ്ങാൻ വേണ്ടി. അതായത് ബഹറിൽ വെള്ളം കെട്ടി നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് ആ ബഹറിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വടി കൊണ്ട് അടിച്ചു ഇവർക്ക് സഞ്ചരിക്കാവുന്ന ഉണങ്ങിയ പാത ഉണ്ടായത്. മുൻഫരിജ് എന്ന് പറഞ്ഞാൽ വേറിട്ട് നിൽക്കുക എന്നർത്ഥം. വേറിട്ട് നിന്ന് മറ്റേ ശക്തമായ തിരമാലകൾ അടിക്കുന്നത് ശാന്തമായി നിന്നു കൊടുത്തത്. അപ്പോൾ തിരിച്ച് കടൽ ക്രോസിങ് കഴിഞ്ഞ സമയത്ത് അപ്പുറത്തെത്തിയപ്പോൾ മൂസാ നബി വീണ്ടും അടിക്കാൻ ഉദ്ദേശിച്ചു എന്നാണ്. ആ അടിക്കുന്നതോടുകൂടെ വള്ളം എന്ത് ചെയ്യും, പഴയ അവസ്ഥയിലേക്ക് തന്നെ കൂടിപ്പോകും, കടക്കാനുള്ള ആ ഉണങ്ങിയ വഴികളെല്ലാം പിന്നെ വെള്ളം നിറഞ്ഞു പോകും. ആ ഒരവസ്ഥയൊക്കെ ഉദ്ദേശിച്ചു. എന്തിനാ അങ്ങനെ മൂസാ നബി ഉദ്ദേശിച്ചത്? ലിയസീറ ഹായിലം ബൈനഹും വബൈന ഫിർഔന, പിറകെ വരുന്ന ഫിർഔനും ഇവർക്കും ഇടയിൽ ഈ വെള്ളം ഒരു തടസ്സമായി മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്രോസിങ് കഴിഞ്ഞ് തന്നെ വീണ്ടും കടലിൽ അടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു എന്നാണ്. അപ്പൊ ബാക്കിൽ വരുന്ന ഫിർഔന് കടലിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് എത്താൻ കഴിയില്ല. ഫലാസ്ലിലഹിം ഫമറുല്ലാ, അപ്പൊ അള്ളാഹു കൽപ്പിച്ചതാണ് അയ്യത്തുറുക്കഹു അല ഹാലിഹി സാക്കിരൻ, അങ്ങനെ തന്നെ വിട്ടേക്കുക, സാക്കിരൻ ശാന്തമായിട്ട്. അവരിൽ പ്രവേശിക്കട്ടെ. വശറഹു, സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു, എന്നഹും ജുന്തും മുഹറഖൂന ഫീഹ, അവരതിൽ മുങ്ങി മരിക്കാനുള്ളവരാണ്. അപ്പൊ നിങ്ങൾ വടികൊണ്ട് അടിച്ചിട്ട് രണ്ടും ഒന്നാക്കേണ്ടതില്ല, അതിന്റെ സമയമാകുമ്പോൾ ഒന്നാവും, അവർ മുങ്ങി മരിക്കും ചെയ്തോളും എന്നർത്ഥം. അതാണ് വത്തുറുക്കിൽ ബഹർ, അള്ളാഹു കൽപ്പിച്ചു തുർക്ക് ഉപേക്ഷിക്കുക അൽ ബഹർ കടലിനെ. ഇതാ കത്തഴത്തഹു അന്ത വസ്ഹാബുക്ക, നിങ്ങളും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങളും നിങ്ങളുടെ അനുയായികൾ അസ്ഹാബും മുറിച്ചു കടന്നു കഴിഞ്ഞാൽ കടലിനെ വിട്ടേക്കണം. അതേ റഹുവൻ, റഹുവൻ എന്ന് പറഞ്ഞാൽ സാക്കിനൻ ശാന്തമായിട്ട്,
മുൻഫരിജൻ വേറിട്ട് നിൽക്കുന്നവരായിട്ട്. കടലിലെ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്നിട്ടാണ് വഴി ഉണ്ടായത്. അങ്ങനെ വേറിട്ട് തന്നെ നിൽക്കട്ടെ ഏതുവരെ ഹത്തായ ദഹുലഹുൽ ഖിബുത്തു, ഖിബുത്തികൾ ആ കടലിൽ പ്രവേശിക്കുന്നത് വരെ. അപ്പോൾ മൂസാ നബിയെയും അനുയായികളെയും പിന്തുടർന്നുകൊണ്ട് ഫിർഔനും അവരുടെ പട്ടാളമായ ഖിബുത്തികളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവര് വന്നവരങ്ങനെ തന്നെ വിട്ടേക്കുക. ഇന്നഹും അവര് ജുന്തുൻ മുഗറഖുൻ, മുങ്ങി മരിക്കപ്പെടുന്ന സൈന്യമാകുന്നു. ഫത്മഅന്ന ബിദാലിക, അതുകൊണ്ട് സമാധാനത്തിലായി. ഇത്മഅന്ന മനസ്സിനുള്ള സമാധാനം ലഭിച്ചു എന്നാണ്. ഈ വാക്ക് ഉന്നവും മുഹറക്കും കേട്ട സമയത്ത് പിന്നാലെ വരൂല, അവർക്കൊരിക്കലും മൂസാ നബിയെയോ വിശ്വാസികളെ പിടികൂടാൻ കഴിയൂല, അവർ മുങ്ങി മരിക്കുന്നു കേട്ട സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹൃദയം ശാന്തമായി. ഒരിക്കും അവരെ മുങ്ങി മരിക്കപ്പെടുകയും മുങ്ങി മരിക്കുകയും ചെയ്തു. ഇനി 25-ാമത്തെ ആയത്ത് മുതലുള്ളത് അടുത്ത ക്ലാസ്സിലെടുക്കാം.